Hello students, welcome to my channel. In the number നോക്കാൻ പോകുന്നത് Microprocessors and Microcontrollers-ലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്കും സപ്ലി സ്റ്റുഡൻസിനും വളരെ ഹെൽപ്ഫുൾ ആവും. കാരണം നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ അറിയാം മുഴുവൻ ടോപ്പിക്കും നോട്ട്സും ഒന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1-ന്റെ വീഡിയോ ആണിത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 8086 ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 8086 നമുക്ക് അറിയാം മൊഡ്യൂൾ 1-ന്റെ അകത്ത് 8085-ന്റെ ആർക്കിടെക്ചർ നമുക്കുണ്ട്, 8086-ന്റെ ആർക്കിടെക്ചർ ഉണ്ട്. തരുമ്പോൾ മിനിമം മോഡ്, മാക്സിമം മോഡ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ രജിസ്റ്റേഴ്സിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 8086-ന്റെ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇത് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. The 8086 flag register contents indicate the result of computation in the ALU. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ അകത്ത് കുറേ കമ്പ്യൂട്ടേഷൻസ് നടപ്പുണ്ടാവും. ഈ കമ്പ്യൂട്ടേഷൻസിൻ്റെ റിസൾട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ അകത്തുള്ള കണ്ടന്റുകളാണ്. ഓക്കെ, അപ്പോൾ 8086-ന്റെ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ അകത്തുള്ള കണ്ടന്റ്സ് ആണ് എന്തിനെ കാണിക്കുന്നത്? ILUവിൻ്റെ അകത്ത് നടക്കുന്ന കമ്പ്യൂട്ടേഷൻ്റെ റിസൾട്ടിനെ കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് സം ഫ്ലാഗ് ബിറ്റ്സ് ടു കൺട്രോൾ ദ CPU ഓപ്പറേഷൻസ്. അപ്പോൾ അതുപോലെ 8086 ഫ്ലാഗ് രജിസ്റ്റേഴ്സിൻ്റെ അകത്ത് കുറച്ച് ഫ്ലാഗ് ബിറ്റുകളും ഉണ്ട്. ആ ഫ്ലാഗ് ബിറ്റ്സ് എന്തിനാണ്? ടു കൺട്രോൾ ദ CPU ഓപ്പറേഷൻ. നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്ലാഗ് ബിറ്റുകളും ഉണ്ട്. അപ്പോൾ അതാണ് 8086 ഫ്ലാഗ് രജിസ്റ്റേഴ്സിൻ്റെ 2 ഡ്യൂട്ടീസാണ് പറയുന്നത്. ALUവിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ റിസൾട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ CPU ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഫ്ലാഗ് ബിറ്റുകളും ഉണ്ട്. ഇനി 16-bit ഫ്ലാഗ് രജിസ്റ്റർ ഇസ് യൂസ്ഡ് ഇൻ 8086-ൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് 16-bit ഫ്ലാഗ് രജിസ്റ്റർ ആണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടീഷൻ കോഡ് ഓഫ് സ്റ്റാറ്റസ് ഫ്ലാഗും അതുപോലെ തന്നെ മെഷീൻ കൺട്രോൾ ഫ്ലാഗും. ഈ കണ്ടീഷൻ കോഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്താണെന്ന് പറയണം, അതുപോലെ തന്നെ മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ് എന്താണെന്ന് പറയണം. കണ്ടീഷൻ കോഡ് ഫ്ലാഗ് രജിസ്റ്റർ ഇസ് ദ ലോവർ ബൈറ്റ് ഓഫ് ദ 16-bit ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ നമ്മുടെ 8086-ന്റെ ഈ ഒരു 16-bit ഫ്ലാഗ് രജിസ്റ്ററിന് 2 ഇതാണുള്ളത്, 2 ലെയേഴ്സ് ആണുള്ളത്. ഓക്കെ, ലോവർ ബൈറ്റും ഉണ്ട്, അപ്പർ ബൈറ്റും ഉണ്ട്. ഈ കണ്ടീഷൻ കോഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് പറയുന്നവർ ലോവർ ബൈറ്റിലാണ് ഉള്ളത്. ദ കണ്ടീഷൻ കോഡ് ഫ്ലാഗ് രജിസ്റ്റർ ഈസ് ഐഡന്റിക്കൽ ടു 8085 ഫ്ലാഗ് രജിസ്റ്റർ വിത്ത് ആൻ അഡീഷണൽ ഓവർഫ്ലോ ഫ്ലാഗ്. ഇപ്പോൾ 8085-ന്റെ ഫ്ലാഗ് രജിസ്റ്ററിന് സിമിലർ ആയിട്ടാണ് കണ്ടീഷൻ കോഡ് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് വരുന്നത്. ഇനി അതിന് എക്സ്ട്രാ എന്താണുള്ളത്? അഡീഷണൽ ആയിട്ടൊരു ഓവർഫ്ലോ ഫ്ലാഗും കൂടി ഉണ്ട്. ഇപ്പോൾ 8086-ന്റെ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആ സെയിം സാധനങ്ങൾ 8085-ന്റെ കണ്ടീഷൻ കോഡിൻ്റെ അകത്തും വരുന്നുണ്ട്. പ്രത്യേകത എന്താണ്? അതിൻ്റെ ഡിഫറൻസ് എന്താണ്? അഡീഷണൽ ആയിട്ട് 8086-ൻ്റെ അകത്ത് വരുമ്പോൾ ഒരു ഓവർഫ്ലോ ഫ്ലാഗും കൂടെ എക്സ്ട്രാ വരും. ഇപ്പോൾ 8085 കഴിഞ്ഞിട്ടല്ലേ 8086 വരത്തുള്ളൂ. അപ്പോൾ 8085-ൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും ഒരു കമ്പോണൻറ്റും കൂടെ കാണും. അപ്പോൾ 8086-ന്റെ ഫ്ലാഗ് രജിസ്റ്റേഴ്സിൻ്റെ സെയിം സാധനം തന്നെയാണ് കണ്ടീഷൻ കോഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം കൂടെ ഉണ്ട്, എന്ത്? ഓവർഫ്ലോ ഫ്ലാഗും കൂടെ ഉണ്ട്. ദ കൺട്രോൾ ഫ്ലാഗ് രജിസ്റ്റർ ഇസ് ദ ഹയർ ബൈറ്റ് ഓഫ് ദ ഫ്ലാഗ് രജിസ്റ്റർ. അപ്പം നമ്മളൊരു കണ്ടീഷൻ കോഡ് ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ലോവർ ബൈറ്റ്. ഇനി അടുത്തത് മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ്. അപ്പോൾ ഈ കൺട്രോൾ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹയർ ബൈറ്റ് ആണ് വരുന്നത്. ഫ്ലാഗ് രജിസ്റ്ററിന് ഹയർ ബൈറ്റിലുള്ള ആൾക്കാരാണ് ആര്? കൺട്രോൾ ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. കണ്ടെയ്ൻസ് 3 flags, namely ഡയറക്ഷൻ ഫ്ലാഗ്, ഇന്ററപ്റ്റ് ഫ്ലാഗ് ആൻഡ് ട്രാപ്പ് ഫ്ലാഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺട്രോൾ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹയർ ബൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് 3 ഫ്ലാഗുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഡയറക്ഷൻ ഫ്ലാഗ്. ഓക്കെ, ഇതിൻ്റെ ഓരോ ഫ്ലാഗിൻ്റെ പർപ്പസ് നമ്മൾ പഠിച്ചിരിക്കണം. സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പം ഡയറക്ഷൻ ഫ്ലാഗ് എന്താണ്? ഇന്ററപ്റ്റ് ഫ്ലാഗ്. ഇന്ററപ്റ്റ് ഫ്ലാഗ് നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇന്ററപ്റ്റ് ഫ്ലാഗ്. അപ്പോൾ അതെല്ലാം നമുക്ക് അത് പറയാം. അതുപോലെ തന്നെ ട്രാപ്പ് ഫ്ലാഗ്. ഈ ഓരോ ഫ്ലാഗുകളുടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഫ്ലാഗിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡയഗ്രാം വൃത്തിയായിട്ട് വരച്ച് അത് ലേബിൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ലേബിൾ ചെയ്യാൻ ഇടയില്ലെങ്കിൽ നിങ്ങൾ 1 2 3 കൗണ്ട് ഇട്ടിട്ട് 1 ഓവർഫ്ലോ ഫ്ലാഗ്, 2 ഡയറക്ഷൻ ഫ്ലാഗ് അങ്ങനെയെങ്കിലും എഴുതി കൊടുക്കണം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡോട്ടൊക്കെ ഇട്ടിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പറ്റില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ദെൻ ജസ്റ്റ് ഇപ്പോൾ OF അവിടെ 1 എന്നിടുക, DFൻ്റെ അവിടെ 2 എന്നിടുക. അങ്ങനെ നമ്പേഴ്സ് ചെറുതായിട്ട് കൊടുത്തിട്ട് 1 ഓവർഫ്ലോ ഫ്ലാഗ്, 2 ഡയറക്ഷൻ ഫ്ലാഗ്, എന്നിട്ട് സെപ്പറേറ്റ് 1 2 3 വെച്ചിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് അപ്പോൾ നമ്മുടെ കൺട്രോൾ ഫ്ലാഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. OF എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ഫ്ലാഗ് ആണ്, ഡയറക്ഷൻ ഫ്ലാഗ്, ഇന്ററപ്റ്റ് ഫ്ലാഗ് എവിടെയാണ്, അതുപോലെ ട്രാപ്പ് ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ഓക്സിലറി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്.
അപ്പോൾ ഇത്രയും ഫ്ലാഗുകളുടെ പേര് അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ എവിടെയൊക്കെയാണ് പൊസിഷൻ വരുന്നതും ഇത്രയും കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് ഫ്ലാഗ് ബിറ്റ്. ഓരോ ഫ്ലാഗ് ബിറ്റ് അതിൻ്റെ പർപ്പസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ അകത്ത് വരുന്ന കമ്പ്യൂട്ടേഷൻസിൻ്റെ റിസൾട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ഫ്ലാഗ് ബിറ്റും. അതുപോലെ തന്നെ കൺട്രോൾ CPU-ൻ്റെ അകത്ത് കൺട്രോളിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും ചില ബിറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഈ ബിറ്റുകളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതാണ് സൈൻ ഫ്ലാഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. സൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് സൈൻ ഉണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ സൈനിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ SF എന്ന് പറഞ്ഞാൽ സൈൻ ഫ്ലാഗ് ആണ്. നമുക്ക് നോക്കാം ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റിസൾട്ട് ഓഫ് എനി കമ്പ്യൂട്ടേഷൻ ഇസ് നെഗറ്റീവ്. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ സൈൻ ഫ്ലാഗിനെ സെറ്റ് ചെയ്യാം. സെറ്റ് ടു 1. അപ്പോൾ ആ സൈൻ ഫ്ലാഗ് സെറ്റ് 1 ആവുന്ന എപ്പോഴാണ്? റിസൾട്ട് നെഗറ്റീവ് ആകുമ്പോൾ. ഇനി ഫോർ സൈൻഡ് കമ്പ്യൂട്ടേഷൻസ് സൈൻ ഫ്ലാഗ് ഈക്വൽസ് ദ MSB ഓഫ് ദി റിസൾട്ട്. ഇനി സൈൻ ഉള്ള നെഗറ്റീവ് സൈൻ അല്ലെങ്കിൽ പോസിറ്റീവ് സൈൻ ഉള്ള കമ്പ്യൂട്ടേഷൻസിൻ്റെ കാര്യത്തിൽ സൈൻ ഫ്ലാഗ് എപ്പോഴും എന്തായിരിക്കും കാണിക്കുന്നത്? റിസൾട്ടിൻ്റെ MSB, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ ആ ഒരു അതുമായിട്ട് ഈക്വൽ ചെയ്തിട്ടായിരിക്കും സൈൻ ഫ്ലാഗ് വരുന്നത്. ഇനി അടുത്താണ് സീറോ ഫ്ലാഗ്. ZF എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നപ്പോഴാണ്? റിസൾട്ട് ഓഫ് ദ കമ്പ്യൂട്ടേഷൻ ഓർ കമ്പാരിസൺ പെർഫോംഡ് ബൈ ദ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ ഈ 0. അതായത് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്ത എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ്റെയോ കമ്പാരിസൻ്റെയോ ഒക്കെ റിസൾട്ട് 0 ആവുന്ന കേസിലാണ് ഈ ഒരു സീറോ ഫ്ലാഗ് സെറ്റ് ആവുന്നത്, സെറ്റ് ടു 1 ആവുന്നത്. ഇനി അടുത്താണ് പാരിറ്റി ഫ്ലാഗ്. ഈ ഒരു ഫ്ലാഗ് സെറ്റ് ടു 1 എപ്പോഴാണ്? ലോവസ്റ്റ് ബൈറ്റ് ഓഫ് ദ റിസൾട്ട് കണ്ടെയ്ൻസ് ഈവൻ നമ്പേഴ്സ് ഓഫ് 1. ഓക്കെ, നമ്മുടെ റിസൾട്ടിൻ്റെ ലോവർ ബൈറ്റ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് 1s ആണ് റിസൾട്ടിൻ്റെ ലോവർ ബൈറ്റിലെങ്കിൽ ദെൻ ആ ഒരു ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതാണ് പാരിറ്റി ഫ്ലാഗ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ പാരിറ്റി ബിറ്റിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ പാരിറ്റി ബിറ്റ് എന്താണെന്ന് അല്ലാത്തവർ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ആ ഒരു നമ്പർ ഓഫ് ഈവൻ നമ്പേഴ്സ് 1 എന്ന് പറഞ്ഞ ഈവൻ നമ്പർ ആണെങ്കിൽ എങ്കിൽ നമുക്ക് പറയാം ലോവർ ബൈറ്റ് റിസൾട്ടിൻ്റെ ലോവർ ബൈറ്റിൻ്റെ അകത്ത് ഈവൻ നമ്പർ ഓഫ് 1s ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലാഗിന് സെറ്റ് ടു 1 എന്ന് പറയാം. ഇനി അടുത്ത ഫ്ലാഗാണ് ക്യാരി ഫ്ലാഗ്. ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? വെൻ ദർ ഇസ് എ ക്യാരി ഔട്ട് ഓഫ് MSB ഇൻ കേസ് ഓഫ് അഡീഷൻ ഓർ ബോറോ ഇൻ കേസ് ഓഫ് സബ്സ്ട്രാക്ഷൻ. അതായത് അഡീഷൻ്റെ കേസ് MSB എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ആ ഒരു അഡീഷൻ്റെ കാര്യത്തിൽ ഒരു ക്യാരി വരികയാണ്, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ്റെ അവിടെ ഒരു ബോറോ വരുന്ന കേസിൽ അങ്ങനെയുള്ള സംഭവം നമുക്ക് ഈ ക്യാരി ഫ്ലാഗിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു ക്യാരി വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ക്യാരി ഫ്ലാഗ് സെറ്റ് ആവും. അഡീഷൻ്റെ കേസിൽ ബോറോ വരികയാണെങ്കിൽ സബ്സ്ട്രാക്ഷൻ. ഇനി അടുത്താണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ്. ഈ ഒരു ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നപ്പോഴാണ്? ഇഫ് ദർ ഇസ് എ ക്യാരി ഫ്രം ദ ലോവസ്റ്റ് നിബിൾ ദാറ്റ് ഇസ് ബിറ്റ് 3 ഡ്യൂറിങ് അഡീഷൻ ഓർ ബോറോ ഫോർ ദ ലോവസ്റ്റ് നിബിൾ ദാറ്റ് ഇസ് ബിറ്റ് 3 ഡ്യൂറിങ് സബ്സ്ട്രാക്ഷൻ. നമുക്കൊന്ന് കാണാം. ഈ ഓക്സിലറി ഫ്ലാഗ് ഞാൻ കാണിച്ചു തരാം. സോ 1 ബൈറ്റ് നമ്പർ, അവിടെ നമുക്കൊരു 1 ബൈറ്റ് നമ്പർ നമ്മൾ വിചാരിക്കാം. അപ്പോൾ അതിൽ എത്ര ബിറ്റ് ഉണ്ടാവും? 8 ബിറ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ, നമുക്കിവിടെ 8 ബിറ്റാണ് വരുന്നത്. അപ്പോൾ ഈ 8 ബിറ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ, അഡീഷൻ ചെയ്യുന്ന കാര്യത്തിൽ നോക്കുമ്പോൾ തേർഡ് ബിറ്റിൽ ഒരു ക്യാരി വരികയാണെങ്കിൽ, അതായത് നമ്മളിവിടെ നിന്ന് എടുക്കുമ്പോൾ 0 1 2 3, അപ്പോൾ ഈ ഒരു തേർഡ് ബിറ്റിൻ്റെ കേസിൽ ഇവിടെ ഒരു ക്യാരി വരും അല്ലേ? 1 1 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടൊരു ക്യാരി വരുന്നുണ്ട്. അതായത് അടുത്തൊരു സെറ്റ് നമ്മളിപ്പം ഒരു 8 ബിറ്റിനെ 4 4 എന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഈ ഇവിടുന്ന് ഒരു ക്യാരി ഇങ്ങോട്ട് വരിക. അപ്പോൾ എന്ത് സംഭവിക്കും? അതിനെയാണ് ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിലറി ക്യാരി. അപ്പം ഇവിടെ പറയുന്നത് ലോവർ നിബിളും ഉണ്ട്, അപ്പർ നിബിളും ഉണ്ട്. ഇപ്പം നമ്മൾ പറയും ഈ 8 എന്ന് പറയുന്നത് 1 ബൈറ്റ് നമ്പർ ആണെങ്കിൽ ഈ ഒരു 1 ബൈറ്റ് നമ്പറിനെ നമുക്ക് 8 എന്ന് കൊടുക്കാം. എങ്കിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ലോവർ നിബിളും സെക്കൻഡ് ഹാഫ് എന്ത് ചെയ്യും? അടുത്ത അപ്പർ നിബിളും. ഇപ്പോൾ ലോവർ നിബിളിൽ നിന്ന് അപ്പർ നിബിളിലേക്ക് ഒരു ക്യാരി വരും. ഈ ഒരു കേസിനെയാണ് നമ്മൾ ഓക്സിലറി ക്യാരി ഫ്ലാഗിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ്റെ കാര്യത്തിലാണ് അങ്ങനെ ഒരു ക്യാരി വരുന്നതിനെ അല്ലെങ്കിൽ ഒരു ബോറോ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഓക്സിലറി. ആ ഒരു സമയത്ത് ഓക്സിലറി ക്യാരി ഫ്ലാഗ് സെറ്റ് ടു 1. അപ്പോൾ ഇവിടെ ഒരു ലാസ്റ്റ് നമുക്കൊരു ഫൈനൽ ക്യാരി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഒരു ഡയഗ്രമായിട്ട് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. 69 ഇൻ ഹെക്സാഡെസിമൽ, 57 ഇൻ ഹെക്സാഡെസിമൽ. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് തമ്മിൽ ഒരു അഡീഷൻ ആണ് കാണിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 1 1 വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? 0 വരും, ഒരു ക്യാരി ഇവിടെ വരും. ദെൻ അഗെയിൻ 1 1 0 വരും, ഒരു ക്യാരി വരും. അഗെയിൻ 1 1 വരുമ്പോൾ 0 വരും,
ഒരു ക്യാരി വരും. അഗെയിൻ 1 1 വരുമ്പോൾ നമ്മൾ 0 എഴുതി ഇങ്ങോട്ടൊരു ക്യാരി വരും. അപ്പോൾ അവിടെ എന്തായി? ഓക്സിലറി ക്യാരി ആയി അല്ലേ? ഒരു സെറ്റ് ചെയ്യുന്ന ഒരു ഫോർത്ത് ലോവർ നിബിളിൽ നിന്ന് അപ്പർ നിബിളിലേക്ക് ഒരു ക്യാരി വന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? അതിനെയാണ് ഓക്സിലറി ക്യാരി ഫ്ലാഗ് അപ്പോൾ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഹിയർ ദ ലോവർ നിബിൾ അഡീഷൻ 1001 + 011 = നമുക്ക് 10000 അതാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റ് 3യിൽ നിന്ന് 4ലേക്ക് നമുക്കൊരു ക്യാരി കൊടുക്കേണ്ടി വരും. ഈ ഒരു ക്യാരി പറയുന്നതാണ് സെറ്റ്സ് ദ ഓക്സിലറി ക്യാരി ഫ്ലാഗ്. ഓക്സിലറി ഫ്ലാഗ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഒക്കെ വരച്ച്, ഇപ്പം നമ്മൾ പഠിച്ച 69 + 57 അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് സംഭവം ചെയ്ത് കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇംപ്രഷൻ കിട്ടും. ഇനി അടുത്താണ് ഓവർഫ്ലോ ഫ്ലാഗ്. ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഇഫ് ആൻ ഓവർഫ്ലോ occurs, അതായത് ഒരു പേര് പോലെ തന്നെ ഓവർഫ്ലോ ഉണ്ടാകുമ്പോഴാണ് ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓവർഫ്ലോ ഉണ്ടാകുന്നത് നോക്കാം. ഇഫ് ദ റിസൾട്ട് ഓഫ് എ സൈൻഡ് ഓപ്പറേഷൻ ഇസ് ലാർജ് ഇനഫ് ടു അക്കോമഡേറ്റ് ഇൻ എ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ, അതായത് ഒരു ഈ റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ രജിസ്റ്ററിൽ നമ്മൾ ഒരു സൈൻഡ് ഓപ്പറേഷൻ റിസൾട്ട് കിട്ടിയപ്പോൾ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കൂടുതൽ ആ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ രജിസ്റ്ററിനേക്കാൾ കൂടുതലാണ് അതിൻ്റെ റിസൾട്ട് വരുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഒരു ഓവർഫ്ലോ ഉണ്ടാവും. ഓക്കെ, ദ റിസൾട്ട് ഈസ് ഓഫ് മോർ ദാൻ 7 bits in size in case of 8 bit signed operation and more than 15 bits in size in case of 16 bit signed operation and then the overflow will be set. അപ്പോൾ ഈ ഒരു റിസൾട്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 7 bits in size in case of 8 bit signed ഓപ്പറേഷൻ്റെ കാര്യത്തിൽ 7 bitsനേക്കാൾ കൂടുതൽ സൈസാണ് റിസൾട്ടിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് സൈനിനെയും സ്റ്റോർ ചെയ്യണം അല്ലേ? അപ്പം അങ്ങനെ ഒരു കേസിൽ 8 bits സൈൻഡ് ഓപ്പറേഷൻ്റെ കേസിൽ 7 bitsനേക്കാൾ കൂടുതലാണ് അതിൻ്റെ റിസൾട്ട് വരുന്നതെങ്കിൽ അവിടെ ഒരു ഓവർഫ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് 16 bit സൈൻഡ് ഓപ്പറേഷൻ്റെ കേസിൽ 15 bitsനേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ വരുന്നതെങ്കിൽ then there will be an overflow. അപ്പോൾ ഇതാണ് ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ. സോ നെക്സ്റ്റ് ട്രാപ്പ് ഫ്ലാഗ്. ഈ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നപ്പോഴാണ് വെൻ പ്രോസസ്സർ എൻറ്റേഴ്സ് ദ സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷൻ. പ്രോസസ്സർ ഒരു സിംഗിൾ സ്റ്റെപ്പ് എക്സിക്യൂഷനിലേക്ക് എൻ്റർ ചെയ്യുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രോസസ്സർ എന്ത് ചെയ്യും? കറണ്ട് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് കൺട്രോള് ട്രാപ്പ് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ട്രാപ്പ് ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ദ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ് ആർ റിക്കഗ്നൈസ്ഡ് ബൈ ദ CPU, അതർവൈസ് ദേ ആർ ഇഗ്നോർഡ്. അപ്പോൾ മാസ്കബിൾ ഇൻട്രപ്റ്റ്സിനെ CPU റിക്കഗ്നൈസ് ചെയ്തു അല്ലെങ്കിൽ അവർ ഇഗ്നോർ ചെയ്തു. ആ റിക്കഗ്നൈസ് ചെയ്തു എന്ന് വരുമ്പോൾ ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ത് ചെയ്യും? അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇൻട്രപ്റ്റ് ഫ്ലാഗ്. ദെൻ ഡയറക്ഷൻ ഫ്ലാഗ്. ഇൻട്രപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളൊരു പർട്ടിക്കുലർ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻട്രപ്ഷൻ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ ഒരാൾ കയറി വരിക. അപ്പോൾ അവരുടെ സംസാരം, അപ്പോൾ അതെന്താണ്? അതൊരു ഇൻട്രപ്ഷനാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലോട്ട് എക്സ്ട്രാ ആയിട്ട് കയറി വരുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ വേറൊരു ടാസ്ക് കയറി വരിക, കുറച്ചും കൂടെ പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം കയറി വരിക. അപ്പോൾ എന്ത് ചെയ്യും? അതെല്ലാം എന്താണ്? ഇൻട്രപ്റ്റ് ആണ്. ഒരു എറർ വരിക. ഇതെല്ലാം എന്തായിരിക്കും? ഇൻട്രപ്റ്റാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ മാസ്കബിൾ ഇൻട്രപ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഇൻട്രപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് കളയും. അടുത്താണ് ഡയറക്ഷൻ ഫ്ലാഗ്. ദിസ് ഈസ് യൂസ്ഡ് ബൈ ദ സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. ഇത് യൂസ് ചെയ്യുന്ന ആരാണ്? സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് ആണ് ഡയറക്ഷൻ ഫ്ലാഗിനെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫ്ലാഗ് 0 ആകുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്ട്രിംഗ് ഈസ് പ്രോസസ്ഡ് ബിഗിനിങ് ഫ്രം ദ ലോവസ്റ്റ് അഡ്രസ് ടു ഹയസ്റ്റ് അഡ്രസ്. അതായത് ഒരു സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്തു, അത് ലോവസ്റ്റ് അഡ്രസ്സിൽ നിന്ന് ഹയസ്റ്റ് അഡ്രസ്സിലേക്കാണ്. ദാറ്റ് ഈസ് ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ്. അത് നമ്മൾ പറയും ലോവർ ടു ഹയർ, അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ലോവസ്റ്റ് അഡ്രസ്സിൽ നിന്ന് ഹയസ്റ്റ് അഡ്രസ്സിലേക്കാണ് സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്തെങ്കിൽ അതെന്താണ്? ആ ഒരു ഇതിനെ പറയുന്നതാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ് മോഡ്. അപ്പം നമ്മുടെ ഡയറക്ഷൻ ഫ്ലാഗ് എന്ത് ചെയ്യും? 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഇനി നേരെ ഓപ്പോസിറ്റ് തിങ്ക് ചെയ്യുക. അതർവൈസ് ദ സ്ട്രിങ് ഇസ് പ്രോസസ്ഡ് ഫ്രം ദ ഹയസ്റ്റ് അഡ്രസ് ടുവേഴ്സ് ദ ലോവസ്റ്റ് അഡ്രസ്. അപ്പോൾ സ്ട്രിങ്ങിനെ പ്രോസസ്സ് ചെയ്തത് ഹയസ്റ്റ് അഡ്രസ്സിൽ നിന്ന് ലോവസ്റ്റ് അഡ്രസ്സിലേക്കാണെങ്കിൽ എന്തായിരിക്കും? അതാണ് ഓട്ടോ ഡിക്രിമെൻറ്റ്, ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഓട്ടോ ഡിക്രിമെൻറ്റ് മോഡ്. അപ്പോൾ ആ ഒരു കേസിൽ എന്തായിരിക്കും? ഡയറക്ഷൻ ഫ്ലാഗ് 1 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലാഗ്. ട്രാപ്പ് ഫ്ലാഗ് ഉണ്ട്, ഇൻട്രപ്റ്റ് ഫ്ലാഗ്, ഡയറക്ഷൻ ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ്, ദെൻ സൈൻ ഫ്ലാഗ് ഉണ്ടായിരുന്നു, 0 ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു അല്ലേ നമ്മൾ 8086ൻ്റെ അകത്ത് നമ്മുടെ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ അകത്തുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളിത് തെറ്റാതെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫ്ലാഗിൻ്റെ കാര്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ മിസ്സാവാതെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.